നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ബോംബ് പൊട്ടിക്കണം, മഴ പെയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡബിൾ റോൾ ആക്കാം. ഇതൊക്കെ വരുന്നത് VFX എന്ന് പറയുന്ന ടേമിൻ്റെ അകത്തായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് VFXും സ്പെഷ്യൽ എഫക്ട്സും തമ്മിലുള്ള വ്യത്യാസം, VFXന് പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 തരം എഫക്ട്സ് ഉണ്ട്, വിഷ്വൽ എഫക്ട്സും സ്പെഷ്യൽ എഫക്ട്സും. നിങ്ങൾ 2.0 എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? അതിൻ്റെ വില്ലനും 2.0 ചെയ്യുന്നത് സ്പെഷ്യൽ എഫക്ട്സ് വെച്ചിട്ട് മേക്കപ്പ് ആണ്. അതായത് അവർ ഓൾറെഡി മേക്കപ്പ് ഇടുന്നതാണ്. അല്ലാതെ മാർവലിലുള്ള ഹൾക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ നിങ്ങൾ കണ്ടു. അതെന്ന് പറയുന്നത് ശരിക്കും VFX തന്നെയാണ്. VFX നമുക്ക് ഡിജിറ്റലായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ സ്പെഷ്യൽ എഫക്ട്സ് അങ്ങനെയല്ല. നമുക്ക് സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മലയാളം ഇൻഡസ്ട്രിയിൽ 2018 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അവർ ശരിക്കും സെറ്റ് ഇട്ട് വന്നതാണ്. തുടക്കത്തിൽ ഒരു കടലിലുള്ള ഒരു ഷോട്ട് ഉണ്ട്. അതിൽ അവർ JCB വെച്ചിട്ട് തിരമാല ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ജുറാസിക് പാർക്ക് സിനിമയിൽ അവരൊരു ഡൈനോസോറിനെ കാണിക്കുന്നത്. അത് ഒറിജിനൽ ഡൈനോസോർ അല്ല, ഡൈനോസോറൊക്കെ എക്സ്റ്റെൻഡ് ആയിട്ട് പോയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ ടേം എന്ന് പറയുന്നത് CGI എന്നാണ്. CGI അഥവാ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജ്. ഇതിന് വേറെ കുറേ എക്സാമ്പിൾസ് ആണ് ജംഗിൾ ബുക്ക്, ലൈഫ് ഓഫ് പൈ, ലയൺ കിങ്, പിന്നെ ഈച്ച സിനിമയിൽ ആ ഈച്ചയുടെ അത് സിനിമയിൽ ഫുള്ള് VFX ആണ്. നിങ്ങളിപ്പോൾ അടുത്തൊരു ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ടേമാണ് ക്രോമാ കീ. അഥവാ നമ്മളുടെ പിന്നൊരു കളർ ഉണ്ടാവും, അതിനെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളർ മാത്രം മാച്ചാണ്. നിങ്ങൾ ഈ കാർഡ് തന്നെ നോക്ക്, ഇതിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അതായത് നമ്മുടെ സ്കിൻ കളറും ഗ്രീൻ കളറും തമ്മിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് മിക്ക ഫിലിംസിലും ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ വേറെ കുറേ ഫിലിംസിലൊക്കെ ബ്ലൂ സ്ക്രീൻ യൂസ് ചെയ്യാറ്. ക്യാപ്റ്റിംഗ് അഥവാ മോഷൻ ക്യാപ്ചർ, ഇത് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ജംഗിൾ ബുക്കും ലയൺ കിങ്ങും അവതാറൊക്കെയാണ്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കുക, എൻ്റെ മുന്നിലൊരു ആന നിൽക്കുന്നുണ്ട്. ഈ ആനേനെ എനിക്ക് കൊണ്ടുവരാൻ CGI യൂസ് ചെയ്താൽ മതി. പക്ഷെ ആന സംസാരിക്കണം, അതിൻ്റെ കൂടെ ആനയുടെ എക്സ്പ്രഷൻസും വേണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഷൻ ക്യാപ്ചർ. ആക്ടറിനെ പുറത്ത് കുറച്ച് പച്ച കുത്തുകൾ ഇട്ടുണ്ടോ, എന്നിട്ട് ചുറ്റിനും ക്യാമറ വയ്ക്കും. എന്നിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് ആ കുത്തുകളുടെ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ അത് ട്രാക്ക് ചെയ്യും. ആക്ടറിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് നേരെ കമ്പ്യൂട്ടർ വെച്ച് ഏത് ആനിമലിനാണോ അല്ലെങ്കിൽ ഏത് ഇപ്പൊ ഏലിയൻസ് ഒക്കെ ഉണ്ടാവും കുറെ സിനിമയില്, ആ ഏലിയൻസിൻ്റെയോ ഏത് ക്യാരക്ടറിന്റെ പുറത്താണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങോട്ട് അപ്ലൈ ചെയ്യും. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ മാറാൻ പോവുകയാണ്. CGI എന്ന് പറയുമ്പോൾ ആനിമേറ്റേഴ്സ് കഷ്ടപ്പെട്ടിരുന്ന് ആനിമേഷൻ ചെയ്ത് മോഡൽ ചെയ്ത് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് ഇപ്പൊ നമുക്ക് AI വെച്ച് ജസ്റ്റ് ഒരു ക്ലിക്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ എൻ്റെ പുറകിൽ ഞാൻ മുമ്പ് ക്രോമ കെയിങ് ചെയ്തപ്പോൾ ആകെ എന്തോ പോലെയാണ് തോന്നിയത്. പക്ഷെ എനിക്ക് ഇപ്പോൾ AI വെച്ചത് മാറ്റാൻ പറ്റും. ഇപ്പൊ എനിക്കറിയാം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ ബോർഡറൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഫ്യൂച്ചറിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവും. മൂവ് എന്ന് പറയുന്ന കമ്പനി അവരുടെ മൂവ് AI എന്ന് പറയുന്ന ഒരു AI ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് നേരെ ക്യാരക്ടേഴ്സിക്ക് ആക്കാൻ പറ്റും. ക്യാരക്ടേഴ്സിക്ക് നമ്മുടെ എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റും. അതായത് VFX സ്റ്റുഡിയോസിൻ്റെ ആവശ്യമില്ല, ആക്ടേഴ്സിൻ്റെ ആവശ്യമില്ല, വലിയ വലിയ ക്യാമറാസ് വേണ്ട, ഒന്നും വേണ്ട. ചുമ്മാ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.